തിരുവനന്തപുരത്ത് ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയതായി പരാതി. ആര്യനാട് സ്വദേശി ആനന്ദാണ് മരിച്ചത്. ആനന്ദിന്റെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ വന്നതായും പരാതിയുണ്ട്. ആനന്ദിന്റെ മരണത്തിൽ ബ്ലേഡ് മാഫിയയ്ക്കും ആനന്ദ് ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയ്ക്കും ഓൺലൈൻ ലോൺ ആപ്പ് സംഘത്തിനും പങ്കുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. അവൻ ഈ 2 മാസം ഒരു കടയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, 1 വർഷം കൊണ്ട് 1-2 വർഷം കൊണ്ട് ടയർ കടയിലാണ് പോകുന്നത്. ഇവൻ ഈ ടയർ കടയിൽ അമ്മയായിട്ട് ചെറിയ വിഷയമായി. അത് വന്ന് 1-ാം തീയതിയിലാണ് ചെല്ലാൻ പറഞ്ഞു. ഈ മാസം 1-ാം തീയതിയിലാണ്. അപ്പോൾ ഞാൻ മക്കളെ പോകണ്ട, നമുക്ക് വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും സെറ്റാക്കി തരാം എന്ന് പറഞ്ഞ ഇറങ്ങി. 1-ാം തീയതിയിലാണ് ഞായറാഴ്ചയാണ്, അന്ന് പോകാൻ പറ്റിയില്ല. തിങ്കളാഴ്ച തൊട്ട് പോകണം. 4-ാം തീയതിയിലാണ് ഈ സംഭവം. ഇവൻ അവൻ കടയിൽ നിന്നിട്ട് ഒന്ന് പോയിട്ട് ഇവൻ ഈ ഇവൻ കണ്ട് ഇവൻ്റെ മൈൻഡ് ഇല്ല. പക്ഷേ ഇവൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓൻ്റെ തട്ടിപ്പൊന്നും കൊണ്ടൊരു ഇതുണ്ട് സംഘം. അപ്പോൾ അതിൽ ഞാൻ വന്ന് മക്കൾ എത്ര രൂപ കടം ഉണ്ടാവും? 1 ലക്ഷം. ഞാൻ കഴിഞ്ഞ മാസം 1 ലക്ഷം രൂപ മുത്തൂറ്റിൽ നിന്ന് പണയം എടുത്ത് ആ പൈസ കൊടുത്തു. ഇവ ഈ പൈസ ആ കഴിച്ചെന്നാൽ എന്താണ് എൻ്റെ ഇതുണ്ടാണ്, ആ മൂവിലുണ്ട്, ചേട്ടൻ്റെ ഉണ്ട്. എത്ര ആക്കൊക്കെ അയച്ചെന്നോ അത് ഒരുപാട് ആൾക്കാർ പൈസ മാറ്റി എൻ്റെ പേരും വന്ന് മാറ്റി ഇവ ഈ പൈസ കംപ്ലീറ്റും തട്ടിപ്പിൽ പോയി. പിന്നെ ഈ കടയിലെ പയ്യന്മാർ, അതിൽ മൂത്ത പയ്യൻ അവൻ ഇവനെ ഒരു ദിവസം തള്ളി. ഇപ്പോൾ 2 മൂന്നാണ് ഞാൻ അവിടെ നീ കുഴപ്പമില്ല, നീ പോണ്ടെന്ന് പറഞ്ഞ അവൻ വീണ്ടും ആ കടയിൽ എത്തി. അത് സഹിക്കാൻ പറ്റില്ല. എന്തായാലും പിയ്യൻ്റെ 3-ൻ്റെ അന്ന് വീണ്ടും സംഭവിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ ചേരുന്ന വിവരങ്ങളുമായി. സാരംഗ്, ഈ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് ഒരു കുടുംബം തന്നെ ഒന്നടങ്കം ജീവനൊടുക്കിയിട്ടുള്ള നാടാണിത്. പലപ്പോഴും പല മുന്നറിയിപ്പുകളും നമ്മൾ മാധ്യമങ്ങൾ കൊടുക്കാറുണ്ട്, സർക്കാർ ആഭ്യന്തര വകുപ്പൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ വീണ്ടും ഇതുപോലുള്ള ചതികളിൽ ആളുകൾ ചെന്ന് വീഴുന്നു. പിന്നീട് ഭീഷണി, നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു, അത് പ്രചരിപ്പിക്കുന്നു. ആനന്ദിൻ്റെ ആത്മഹത്യക്ക് കാരണവും ലോൺ ആപ്പിൻ്റെ ഭീഷണി എന്ന് തന്നെയാണോ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം? മറ്റു ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെക്കുറിച്ചും സ്ഥാപന ഉടമയെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ടല്ലോ. ഈ ഒരു സംഭവം നടക്കുന്നത് കഴിഞ്ഞ, അതായത് 4-ാം തീയതിയാണ് ഈ ഒരു ആത്മഹത്യാ ശ്രമം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തിക്കൊണ്ട് ആനന്ദ് ചെയ്യുന്നത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത്. മാത്രമല്ല, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ബൈക്ക് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് CC അടക്കാൻ വേണ്ടി പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു. അത് ലോൺ ആപ്പ് വഴിയാണ് വാങ്ങിയിരുന്നത്. അത് അടയ്ക്കാൻ കഴിയാതെ വന്നതോടുകൂടി സ്ഥാപനത്തിൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങുകയും, പക്ഷേ ആ സ്ഥാപനത്തിലെ ഉടമ ഈ ജോലിക്ക് കൃത്യമായി ശമ്പളം നൽകാതിരിക്കുകയും ചെയ്തു. അതിന്റെ ബുദ്ധിമുട്ടിൽ ഈ ആനന്ദിന് വീണ്ടും പല സ്ഥലങ്ങളിൽ നിന്നും കാശ് പണമായി പണയത്തിന് എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നിരുന്നു. അങ്ങനെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കടന്നത്. തുടർന്ന് ഈ ഒരു എല്ലാ വിഷയങ്ങളും കുടുംബം അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി പിന്തുണ ലഭിച്ചിരുന്നു. അതായത് സ്ഥാപനത്തിലേക്ക് പോകണ്ട എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നെങ്കിലും പിന്നീടും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആനന്ദ് അവിടെ എത്തുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് സ്ഥാപനത്തിൽ വെച്ചാണ് ഈ ഒരു ആത്മഹത്യ അടക്കം നടക്കുന്നത് എന്നാണ് പ്രധാനം. മാത്രമല്ല, മറ്റ് പല ആരോപണങ്ങളും കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് സ്ഥാപന ഉടമ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഒരു സംഭവം നടന്ന 1 മണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. താമസം ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഈ ഒരു തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം അടക്കം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ആസിഡ് കുടിച്ച് അവിടുന്ന് ആത്മഹത്യാ ശ്രമം നടത്തിയ സമയത്ത് ആ പരിസരം ശുചീകരിക്കാൻ, അതായത് ആ ഭാഗം വൃത്തിയാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അതിന് പകരം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് കുടുംബം ആരോപിക്കുന്നത്. വളരെ വൈകിയാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. മാത്രമല്ല, ഇത്രയും ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ ഇരുന്നു. പക്ഷേ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കം ലോൺ ആപ്പ് വഴി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. അതിന്റെ സമ്മർദ്ദവും ഒപ്പം ഈ ഒരു ലോൺ മാഫിയകളുടെയും സ്ഥാപനത്തിന്റെ ഉടമയിൽ നിന്നുണ്ടായ പ്രതികൂലമായ ഒരു സംഭവം അടക്കമാണ് ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്താൻ സാഹചര്യം ഒരുക്കിയത്. സ്ഥാപനത്തിലെത്തിക്കൊണ്ട് ഒരു ആത്മഹത്യ നടത്തിയത് തന്നെ വലിയ ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ ഒരു സംഭവത്തിന് ആനന്ദ് മുതിർന്നത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്ത് തന്നെയായാലും ഇതിൽ വിശദമായ അന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കാരണം പല ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കം പ്രചരിപ്പിച്ചു എന്നും പരാതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ ഇതിൽ ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ പ്രധാനമായ ആവശ്യം. കേട്ടോ. അങ്ങനെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയാണ്
ഈ ചെറുപ്പക്കാരുണ്ടായത് എന്നതുകൂടി പരിശോധിക്കണം. കാരണം ഈ ലോൺ ആപ്പിൽ നിന്നുള്ള കടമെടുക്കുന്നു, ബ്ലേഡ് മാഫിയയിൽ നിന്ന് കടമെടുക്കുന്നു, അങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യതയും പ്രശ്നങ്ങളും ഉണ്ടായതാണ് ഒരു പക്ഷേ ഈ രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഈ ചെറുപ്പക്കാരനെ എത്തിച്ചതെന്ന് തന്നെ മനസ്സിലാക്കണം അല്ലേ സാരംഗ്? മാത്രമല്ല ഇതോടൊപ്പം ഈ കുടുംബത്തിൻ്റെ പരാതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ ഒരു ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഈ ലോൺ ആപ്പ് വഴി കൃത്യമായ രേഖകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ആണ് അധികവും പലിശയ്ക്ക് പണം നൽകാതെ, പക്ഷേ ഭീമമായ തുകയായിരിക്കും തിരിച്ചടക്കേണ്ട വരിക. മാത്രമല്ല പെട്ടെന്ന് അവർ അതിന്റെ നിബന്ധനകളടക്കം മാറ്റുന്ന ഒരു സാഹചര്യവും അത് വലിയ സമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപും തോമസ് സൂചിപ്പിച്ച പോലെ തന്നെ പല കുടുംബങ്ങളെയും അനാഥമാക്കിയതും കുടുംബങ്ങളുടെ കൂട്ട ആത്മഹത്യക്കടക്കം കാരണമായിട്ടുണ്ട് ഈ ലോൺ ആപ്പുകളുടെ വിഷയം. അതുകൊണ്ട് തന്നെ പോലീസ് ആ വഴിക്കും ഒപ്പം തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ജോലി ചെയ്ത പണം ലഭിച്ചില്ല, അതുകൊണ്ടാണ് ഈ തിരിച്ചടവ് മുടങ്ങാൻ കാരണമായതും ഇങ്ങനെ ആപ്പ് വഴിയും മറ്റും പണം സ്വരൂപിക്കേണ്ടി വന്നതും എന്ന അടക്കമുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മറ്റ് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ പണം നൽകാതിരിക്കാനും ഇങ്ങനെ സമ്മർദ്ദം ചെലുത്താനും ഉണ്ടായ സാഹചര്യം എന്താണ്? മാത്രമല്ല ഈ ഒരു ആത്മഹത്യ നടന്നത് സ്ഥാപനത്തിൽ നിന്നായതുകൊണ്ട് തന്നെ അന്ന് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മനഃപൂർവ്വം ചികിത്സ വൈകിപ്പിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രാഥമികമായ അന്വേഷണമാണ് നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട സൈബർ പോലീസിന്റെ അടക്കം വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും പരാതിയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ഒരു ബൈക്ക് വാങ്ങിയതിന്റെ പേരിലാണ് ഇത്രയും വലിയൊരു കടുങ്ങയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് തന്നെ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഇതിൽ നിലവിലുണ്ടായിട്ടുണ്ട്. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ഈ ലോൺ ആപ്പിന്റെ ഭീഷണിയെ തുടർന്നാണ് യുവാവ് ജീവനൊടുക്കിയതെന്നാണ് ഉയർന്നു വരുന്ന ആരോപണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.